ജീസസ് യൂത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും പാട്ടും ഡാൻസും ഒക്കെ വരുന്നത്. പക്ഷെ അതിലുപരിയായി ജീസസ് യൂത്തിലെ ഒരു മെമ്പറായി, പിന്നെ ഒരു ഫുൾ ടൈമറായി, പിന്നെ ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു അച്ഛനായി ഇരിക്കുന്നതാണ് വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മുടെ സ്വന്തം ഫാദർ ഷൈജൻ. വെൽക്കം ഫാദർ. താങ്ക് യു മീര. അപ്പോൾ അച്ഛൻ്റെ വൊക്കേഷനെ കുറിച്ച് ഒരു ബ്യൂട്ടിഫുൾ, ഒരു അടിപൊളി സ്റ്റോറി ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അച്ഛൻ്റെ വായിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, എൻ്റെ വൊക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വൊക്കേഷൻ അത് ജീസസ് യൂത്തിൽ കൂടെ കിട്ടിയൊരു ഗിഫ്റ്റായിട്ടാണ് ഞാനത് കാണുന്നത്. ഞാൻ ഒരു ഫുൾ ടൈമറായിരുന്നു. 7ാമത്തെ ബാച്ചിൽ നോർത്ത് ഈസ്റ്റിൽ ആദ്യമായിട്ട് പ്ലേസ് ചെയ്യപ്പെട്ട ഒരു ഫുൾ ടൈമറുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ നോർത്ത് ഈസ്റ്റിൽ അവിടെ ആ മിഷനിൽ ആയിരുന്ന സമയത്താണ് ആ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായിട്ടൊരു കൃപയും ഈശോയുടെ ഒത്തിരി സ്നേഹവും അടുത്തൊക്കെ ഇരിക്കുമ്പോൾ, പിന്നെ പ്രത്യേകിച്ച് വില്ലേജുകളിലെ ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ ഈശോയെ കൊടുക്കാനായിട്ട് പ്രത്യേകിച്ച് സാക്രമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛന്മാരുടെയൊക്കെ ഒത്തിരി കുറവ് കണ്ടപ്പോഴാണ് എനിക്കൊരു വൈദികനാകണമെന്നുള്ളൊരു ആഗ്രഹം വളരെ തീക്ഷ്ണമായിട്ട് തോന്നി. അവിടെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും ഈശോ എന്നെ വിളിക്കുന്നെന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചത്. അങ്ങനെ അവിടെ തന്നെ സലീഷൻ സഭയിൽ ദിമാപൂർ പ്രൊവിൻസിൽ, നാഗാലാൻഡിൽ ഞാൻ ചേരുക ചെയ്യുന്നത്. പക്ഷേ അത് എൻ്റെ ചെറുപ്പത്തിലൊരു 5 വയസ്സുള്ള സമയത്തോട്ട് എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു അച്ഛനാകണമെന്ന്. ആ ചിന്ത ഒരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പം അത് പോയി. ആ ചിന്ത വീണ്ടും ഫുൾ ടൈമറായിരുന്ന സമയത്ത് കർത്താവ് വീണ്ടും ആ സ്വപ്നത്തിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ അവിടെ നിന്ന് കൈപിടിച്ച് നടത്തി ആ വിളിക്കുള്ളിൽ നിന്നൊരു വേറൊരു വിളി തിരിച്ചറിഞ്ഞ് ജീസസ് യൂത്ത് ആവുക ഒരു ഫുൾ ടൈമറാകാമെന്നുള്ളൊരു വിളിയാണ്. ആ ഫുൾ ടൈമർഷിപ്പിൽ നിന്ന് വീണ്ടും എന്നെ ഈശോയ്ക്ക് വേണ്ടി മുഴുവൻ സമയമായിട്ട് ഒരു വൈദികനാകാനുള്ള ഒരു വിളിയും കൂടെ കർത്താവ് തന്നു. അതിലാണ് ഞാൻ തീർത്തും ഈ വൊക്കേഷനിലേക്ക് കടന്നത്. അതിലൂടെ ആഫ്രിക്കൻ മിഷനിലേക്ക് പോകാനും ദൈവം എനിക്കൊരു വലിയ വിളി തന്നു. അപ്പോൾ ആഫ്രിക്കയിൽ ഒരു 18 വർഷത്തോളം ആഫ്രിക്കയിൽ വർക്ക് ചെയ്യാനുള്ള കൃപയും ഈശോ എനിക്ക് തന്നു. അച്ഛാ, നോർത്ത് ഈസ്റ്റിലെ മിഷനെ കുറിച്ച് ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ലൈക്ക് ഒരു കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അച്ഛൻ അവിടെ വർക്ക് ചെയ്താണല്ലോ കുറേ വർഷം. അപ്പോൾ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറച്ച് അറിയണമായിരുന്നു അച്ഛാ. എങ്ങനെയായിരുന്നു എന്നൊക്കെ. നോർത്ത് ഈസ്റ്റ് മിഷന് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അതൊരു അടിപൊളി ഒരു മിഷനാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ റിലീഷ് ചെയ്യുന്ന ഒത്തിരി തീക്ഷ്ണതയോടു കൂടി ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ഒരു ഫുൾ ടൈമർഷിപ്പിൻ്റെ കാലഘട്ടം. ഗ്രാമങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലേക്ക് കാൽനടയായിട്ട് പോകണം. അന്നൊന്നും റോഡുകളും വണ്ടി സൗകര്യങ്ങളൊന്നും ഇല്ല. ഒരു വില്ലേജിൽ നിന്ന് വേറൊരു വില്ലേജിലേക്ക് മണിക്കൂറുകളോളം നടന്നൊക്കെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ആ സമയത്ത്. പക്ഷേ അങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ച് കൊന്തയൊക്കെ ചൊല്ലി നമ്മൾ ആ പോകുന്ന വില്ലേജിലെ ആൾക്കാരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഒക്കെ പോകുമ്പം ഒരു പ്രത്യേക ഒരു കൃപയായിരുന്നു. ആ നടക്കുന്നതിൻ്റെ ക്ഷീണം നമ്മളറിയില്ല. 4-5 മണിക്കൂർ, ചിലപ്പോൾ 8 മണിക്കൂർ വരെ നടക്കും. 8 മണിക്കൂർ വരെ നടന്നാലും നമുക്ക് ആ വില്ലേജിലെത്തുമ്പോൾ അവിടെ നമുക്ക് ക്ഷീണമൊന്നുമില്ല. നമ്മൾ ഈ പ്രാർത്ഥിച്ച് അവിടെയുള്ള ആൾക്കാരെ കാണാനുള്ള ആഗ്രഹത്തോടെയാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴാണെങ്കിലും ആൾക്കാർക്കാണെങ്കിലും ഇത്രയും ചിലപ്പോൾ ഒരു 3 മാസം 4 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് അവർക്കൊരു അച്ഛനെയോ ഇങ്ങനെയുള്ള മിഷണറിമാർ സിസ്റ്റേഴ്സൊക്കെ ആ വില്ലേജിലേക്ക് കടന്നു ചെല്ലുന്നത്. അപ്പോൾ അവർക്കും അവിടെ വളരെ സ്നേഹത്തോടെയാണ് അവർ നമ്മളെ സ്വീകരിക്കുക. അവരുടെ കൂട്ടത്തിൽ പാട്ട് പാടാനും കുർബാന ചൊല്ലാനും ബാക്കി ഉള്ള സാക്രമെൻറ്റ്സ് കൊടുക്കാനും ഇതിനൊക്കെ അവരും ഒത്തിരി ആ സ്നേഹത്തോടുകൂടി ആഗ്രഹിച്ച് ഇരുന്ന് കിട്ടുന്ന ഒരു കാര്യമാണത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ശരിക്കും ആ മിഷനോട് എനിക്കൊരു ഭയങ്കര സ്നേഹം തോന്നിയത്. ആദ്യകാലത്ത് ആസാം മിഷനിലും പിന്നെ അരുണാചലിലൊക്കെ ഒത്തിരിയേറെ അങ്ങനെ നടക്കാനുള്ളൊരു കൃപ എനിക്ക് തന്നിട്ടുണ്ട്. പല ഗ്രാമങ്ങളിൽ, ഒത്തിരിയേറെ ഇൻറ്റീരിയർ ഗ്രാമങ്ങളിൽ 3 ദിവസം 4 ദിവസമൊക്കെ നടന്ന് എത്തേണ്ട സ്ഥലങ്ങളിൽ ഞാൻ ഒരു 15 ദിവസം വരെ ഒരേ സ്ട്രെച്ചിൽ പോയി ചെയ്ത മിഷനുകളുണ്ട്. ഓരോ ദിവസവും 8 മണിക്കൂർ 7 മണിക്കൂർ വെച്ച് നടന്ന് പുതിയ വില്ലേജുകളിൽ പോയി അവിടെ ഈശോയെക്കുറിച്ച് പറയാനും പ്രവർത്തിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം ദൈവം തന്നിട്ടുണ്ട്. അതൊരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കഷ്ടപ്പാടുണ്ട്. ആ കഷ്ടപ്പാടിൽ ഈശോയെ കൊടുക്കാൻ സാധിക്കുമ്പോൾ ആ കഷ്ടപ്പാടിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു വലിയൊരു കൃപയും ഒരു തീക്ഷ്ണതയൊക്കെ കിട്ടും. ആ തീക്ഷ്ണതയിലാണ് എൻ്റെ വൊക്കേഷനും ഫ്ലറിഷ് ചെയ്തത്. ഈശോയുടെ ഒത്തിരി സ്നേഹം തോന്നിയത്, ഈശോയുടെ കൂട്ടത്തിൽ നടക്കാനുള്ള ഒരു പ്രേരണ കിട്ടിയത്. അങ്ങനെ അതെന്നെ ശരിക്കും ഒത്തിരി എൻ്റെ വിശ്വാസത്തിൽ വളർത്തി. അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളുടെ ഈശോയെ സ്വീകരിക്കാനുള്ള ആ ഒരു ആഗ്രഹമൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ വിശ്വാസത്തെ അത് വർദ്ധിപ്പിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഞായറാഴ്ചകളിലോ പള്ളിയിലൊക്കെ പോകും. അങ്ങനെ ചിലപ്പം എല്ലാ ദിവസമൊക്കെ പള്ളിയിൽ പോകും. എങ്കിലും അത് നമ്മളൊരു സെറ്റ് ട്രെൻഡിലാണ് അങ്ങനെ പോകുന്നത്. പക്ഷെ അവിടെ അതിൽ നിന്നൊക്കെ മാറി ആ ഈശോയെ സ്വീകരിക്കാനുള്ള ആ ഒരു ആഗ്രഹം, ഹൃദയത്തിൽ നിന്നുള്ളിൽ നിന്ന് വരുന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് ആൾക്കാർ സ്വീകരിക്കുന്നത്. അത് എൻ്റെ വിശ്വാസത്തെ ഒത്തിരി വളർത്തി. അതുകൊണ്ടാണ് ഈ നോർത്ത് ഈസ്റ്റ് മിഷൻ ഒത്തിരി ഫ്ലറിഷിംഗ് ആയിട്ടുള്ളൊരു മിഷനാണ്. ഒത്തിരിയേറെ ആൾക്കാർ ഇപ്പം നമ്മുടെ ജീസൂത്തിലാണെങ്കിലും പിള്ളേർ കൾച്ചറൽ എക്സ്ചേഞ്ചിനും ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അവിടെയൊക്കെ പോകുന്ന ഫുൾ ടൈമേഴ്സായിട്ടൊക്കെ പോകുന്ന ആൾക്കാർക്ക് ജീവിതം തന്നെ ഒരു മാറ്റി മറിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണത്. നമ്മളിൽ നിന്ന് നമ്മുടെ ഉള്ള മിഷനിൽ നിന്ന് മാറി അവിടെ ആ ഗ്രാമങ്ങളിലൊക്കെ സഞ്ചരിക്കാനും അവിടെയുള്ള ആൾക്കാരെയും
കാണാനും അവർക്ക് ഈശോയെ പറഞ്ഞു കൊടുക്കാനെന്ന് പറഞ്ഞാൽ വലിയൊരു കൃപയാണത്. ആ കൃപയിൽ അതുകൊണ്ട് തന്നെ ആ നോർത്ത് ഈസ്റ്റ് മിഷൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഒത്തിരി ആഗ്രഹിച്ച് പോകുന്നൊരു മിഷനാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നോർത്ത് ഈസ്റ്റ് മിഷനിൽ ഉണ്ട്. അവിടെ ഇപ്പോഴും ഒത്തിരി തീക്ഷ്ണതയോടുകൂടി ഈശോയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാനുള്ള ഒരു കൃപ ഈശോ എനിക്ക് തരുന്നുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട്, അതായത് ഈ മിഷൻസ് എപ്പോഴും വളരെ ചലഞ്ചിങ് ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ അച്ഛൻ ഫേസ് ചെയ്ത ഒരു ചലഞ്ചിങ് ഒരു സിറ്റുവേഷൻ, അതൊരു മൂമെൻറ്റ് എന്താ ഈ മിഷനിൽ? കുറേ ചലഞ്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും എന്നെ ചലഞ്ച് ചെയ്തതും എൻ്റെ വിശ്വാസത്തെ കുറച്ച് ഷെയ്ക്ക് ചെയ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു സംഭവം നടന്നത് 2001 ഞാൻ എൻ്റെ സെമിനാരിൽ ചേർന്നു. ഫുൾ ടൈമർഷിപ്പ് കഴിഞ്ഞ് ഞാൻ അച്ഛനാകാൻ തീരുമാനിച്ച സെമിനാരിൽ ചേർന്ന് എൻ്റെ നൊവിഷ്യേറ്റ് കാലഘട്ടമാണ്. ആദ്യത്തെ നമ്മുടെ ഒരു ഫേസാണ് ഫോർമേഷൻ്റെ. ആ നൊവിഷ്യേറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രൊഫഷനൊക്കെ ചെയ്ത് ഒരു സഭയുടെ ഭാഗമാകുന്നത്. ആ നൊവിഷ്യേറ്റ് തീരാനായിട്ട് 9 ദിവസം മാത്രം ബാക്കിയുള്ളപ്പം, ഞങ്ങളുടെ പ്രൊഫഷൻ 9 ദിവസം ബാക്കിയുള്ള സമയത്ത് ഞങ്ങളുടെ നൊവിഷ്യേറ്റിലേക്ക് കുറച്ച് അണ്ടർഗ്രൗണ്ട്, നമ്മൾ മിലിറ്റൻസ് എന്ന് പറയും, അവിടെ നോർത്ത് ഈസ്റ്റിലായിരുന്നു ഞാൻ. ഇംഫാൽ എന്ന് പറയുന്നത്, ഇംഫാലിൽ നിന്ന് ഒരു 20 കിലോമീറ്ററുള്ള ഒരു നരിയാൻ എന്നൊരു ഗ്രാമത്തിലായിരുന്നു ഞങ്ങളുടെ നൊവിഷ്യേറ്റ്. അവിടെ കുറച്ച് ഇൻസർജൻസ്, അങ്ങനെയുള്ള ഈ മിലിറ്റൻസ് ഗ്രൂപ്പ്, അവർ ഒരു വൈകുന്നേരം അവിടെ കടന്നു വന്നു. അവർ എൻ്റെ നോവിസ് മാസ്റ്റർ, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ, പിന്നെ ഞങ്ങളുടെ ഒരു ബ്രദർ അസിസ്റ്റൻ്റ് എന്ന് പറയും, ആ 3 പേരെ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അവർ വെടിവെച്ച് കൊന്നു. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ചലഞ്ചിങ്ങുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ ഞങ്ങൾ കടന്നുപോയി. അപ്പോൾ അവർ അവിടുത്തെ പൈസ ഡിമാൻഡ് ചെയ്യാനായിട്ട് വന്നതാണ്. അവർ ഡിമാൻഡ് ചെയ്തു. നമ്മുടെ അവിടെ നൊവിഷ്യൽ അതിന് മാത്രം പൈസയൊന്നുമില്ല, ഉണ്ടായിരുന്ന പൈസ അവർ കൊടുത്തു. അത് അവർക്ക് താല്പര്യപ്പെട്ടത്രയും പൈസ ഇല്ലാതിരുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ കാരണം എന്താണെന്ന് നമുക്കിപ്പോൾ അറിയില്ല. പക്ഷേ അവർ കുറച്ച് നേരം ആർഗ്യൂ ഒക്കെ ചെയ്ത് അവരെല്ലാം AK-47 തോക്കും കൊണ്ടാണ് വന്നത്. 2 പേര് AK-47 തോക്കിൽ അവരെ അവിടെ വെച്ച് വെടിവെച്ച് കൊന്നു. ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ ചാപ്പലിലായിരുന്നു. ഇവർ വന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞിരുന്നു, ഈ ഇൻസർജൻസ് വന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞിരുന്നു. പക്ഷേ അതുകൊണ്ട് ഞങ്ങൾ അവർക്ക് എന്താണ് സംഭവിക്കുന്നത്, അവർ സാധാരണ ഇവർ വന്ന് ഡിമാൻഡ് ചെയ്യും, കിട്ടുന്ന പൈസ മേടിച്ച് പോകാണ് സാധാരണ. പക്ഷേ ഇവിടെ അവരെ വെടിവെച്ച് കൊന്നു. 3 പേര്, ഞങ്ങളുടെ സുപ്പീരിയേഴ്സായിട്ടുള്ള 3 പേരും അവരുടെ വെടിയേറ്റ് മരിച്ചു. അത് ഈ വർഷം ശരിക്കും അത് 25 വർഷമാവുന്നതിൻ്റെ 25ാമത്തെ വർഷമാണ്. ശരിക്കും അവർ ഞങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജീവൻ അർപ്പിച്ചത്. ഞങ്ങളുടെ വർക്കേഴ്സ്, അതിന് തൊട്ട് സ്ഥലത്ത് താമസിക്കുന്ന വർക്കേഴ്സ് അവരതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ 17 പേരുണ്ടായിരുന്നു. അപ്പം അവിടെ ഞങ്ങളെല്ലാവരെയും പുറത്തേക്ക് വിളിച്ചിറക്കാനായിട്ട് അവർ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ സുപ്പീരിയർ അച്ഛൻ, ഞങ്ങളുടെ നോവിസ് മാസ്റ്റർ അച്ഛൻ പറഞ്ഞു, റാഫേൽ അച്ഛൻ, മലയാളിയാണ്, തൃശ്ശൂരുകാരൻ, ചിയാരത്തുള്ള അച്ഛൻ പറഞ്ഞു, അവർ കൊച്ചു കുട്ടികളാണ്, നിങ്ങളുടെ തോക്കൊക്കെ കണ്ടാൽ അവർ ഭയക്കും, അതുകൊണ്ട് അവരോട് പറയാനുള്ളത് എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്ന കാര്യം ഞാൻ അവരോട് പറഞ്ഞോളാം. അപ്പം ഞങ്ങളെ പുറത്തിറക്കാനായിട്ട് അച്ഛൻ സമ്മതിച്ചില്ല. അപ്പോൾ അവർ ഞങ്ങൾക്ക് വേണ്ടിയാണ് ശരിക്കും ജീവിതം കൊടുത്തത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 15:13 പറയുന്നുണ്ട്, സ്വന്തം സഹോദരന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന്. അപ്പോൾ ആ സ്നേഹം ഞങ്ങളെ സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്നതാണ് ഞങ്ങളുടെ സുപ്പീരിയർ റാഫേൽ അച്ഛൻ, അന്ത്രയാസ് അച്ഛൻ, പിന്നെ ബ്രദർ ഷിനു, ചക്കിട്ടപ്പാറ സ്വദേശിയാണ്, ബ്രദർ ഷിനു വള്ളിപ്പറമ്പിൽ. ഇവർ 3 പേര് അന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചു, വെടിയേറ്റ് മരിച്ചു. അതുകൊണ്ടാണ് ഞാനൊക്കെ ഇന്നിവിടെ ഇരിക്കുന്നത്. അന്ന് അവർ ഞങ്ങളെ വിളിച്ച് പുറത്തിറക്കുന്നത് ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കാനും ഞാനിവിടെ ഉണ്ടാവില്ല. അത്ര ചലഞ്ചിങ് എക്സ്പീരിയൻസിലൂടെ കർത്താവ് കടത്തിവിട്ടെങ്കിലും, പക്ഷേ അത് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി, അത് അവർ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചെങ്കിൽ അതിനൊരു ദൈവത്തിൻ്റെ ഒരു കൃപ അതിലുണ്ട്. അവർ ദൈവത്തിൻ്റെ മുമ്പിൽ രക്തസാക്ഷികളാവുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് വേണ്ടി അവർ ജീവൻ അർപ്പിച്ചു. അപ്പം അവരുടെ രക്തസാക്ഷിത്വത്തിന് വില ഉണ്ടാവണമെങ്കിൽ ഞങ്ങളുടെ ജീവിതം കൊണ്ട്, ഞങ്ങളുടെ പൗരോഹിത്യ ജീവിതത്തിൽ ഈശോയെ പങ്കുവെച്ചുകൊണ്ട് ഞങ്ങൾ ആ സ്നേഹം കാണിച്ചു കൊടുക്കണം. അപ്പം ഞങ്ങളുടെ ബാച്ചിലാണ് ഏറ്റവും കൂടുതൽ, ഞങ്ങൾ അന്ന് 12 പേരാണ് ഞങ്ങൾ പ്രൊഫഷനായിട്ട് നിന്നത്. പിന്നെ കുറച്ച് പേര് അടുത്ത വർഷത്തേക്കുള്ളവരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 12 പേരിൽ ഇപ്പോൾ 8 പേര് ഞങ്ങളുടെ സഭയിൽ അച്ഛന്മാരായിട്ടുണ്ട്. സാധാരണ ഈ സെമിനാരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 പേരോ 12 പേരോ ഉണ്ടെങ്കിൽ അച്ഛനാകുമ്പോഴത്തേക്ക് അതിലൊരു പകുതി പേര് പോലും സാധാരണ ഉണ്ടാവാറില്ല. പക്ഷേ ഞങ്ങളുടെ ബാച്ചാണ് ഏറ്റവും കൂടുതൽ സർവൈവിംഗ് ആയിട്ടുള്ള ബാച്ച്. ഈ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോയപ്പോൾ ഞങ്ങളെല്ലാവരും വിട്ടുപോകുമെന്നായിരുന്നു എല്ലാവരും ഓർത്തത്. പക്ഷേ ഞങ്ങൾ ആരും വിട്ടുപോകാതെ ഇവർ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ആ സാക്രിഫൈസും ആ സ്നേഹം, ഈശോയുടെ സ്നേഹം ഞങ്ങൾക്ക് വേണ്ടി അവർ കാണിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നിന്നു. അവരിപ്പോഴും എനിക്ക് അവരെ വിശുദ്ധരാണ്. സഭ വിശുദ്ധരായിട്ട് അവരെ പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല. റാഫേൽ അച്ഛനെയും അന്ത്രയാസ് അച്ഛനെയും ബ്രദർ ഷിനുവിനെയും സഭ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിലും എൻ്റെ ജീവിതത്തിൽ അവർ വിശുദ്ധർ തന്നെയാണ്. അവരെന്നും എനിക്ക് വഴികാട്ടിയായിട്ട് എൻ്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ 25 വർഷം എന്നൊക്കെ എനിക്ക് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടെങ്കിലും അവരുടെ മധ്യസ്ഥതയിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്കതിൻ്റെ കൃപ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് അത്രമാത്രം ആ സഹനങ്ങളിലൂടെ കടന്നുപോയി. ആ സഹനം ഞങ്ങൾക്ക് വേണ്ടി ദൈവം അനുവദിച്ചു. ആ സഹനത്തിൽ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാൻ എനിക്ക് സാധിച്ചു. അതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പം വിഷമമുണ്ടെന്ന് പറഞ്ഞാൽ ആ വിഷമം അവർ പോയതിൽ നമുക്ക് വിഷമമുണ്ട്. പക്ഷേ അവരിലൂടെ ഈശോയുടെ സ്നേഹം പിന്നെ കുറച്ചും കൂടെ ഒരു ഡീപ്പറായിട്ട് അറിയാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇപ്പം ഞങ്ങൾ 25ാമത്തെ വാർഷികം ഞങ്ങൾ അവരുടെ ഫാമിലി എല്ലാവരെയും വിളിച്ചു കൂട്ടി ഞങ്ങളൊന്ന് ആഘോഷിക്കുകയാണ് ഞങ്ങൾ. അവരുടെ ജീവിതം ഞങ്ങൾ ആഘോഷിക്കുകയാണ്. അവരുടെ ജീവിതത്തിലൂടെ ഞങ്ങൾ ഈശോയുടെ സ്നേഹം പഠിപ്പിച്ചത് ഞങ്ങൾ ഈ ജൂബിലി വർഷത്തിൽ അവരുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ജൂബിലിയിൽ ഞങ്ങൾ ആഘോഷിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ഞങ്ങളുടെ ഈ സഹനം ഈശോ ഞങ്ങളെ ഒരു കൂടുതൽ ഈശോയിലേക്ക് അടുക്കാനായിട്ട് ഞങ്ങളെ സഹായിച്ചു. അതിൽ ഞങ്ങൾ ഒത്തിരി ഈശോയോടും കടപ്പെട്ടിരിക്കുന്നു. അച്ഛാ, ഈ മിഷൻ സ്റ്റോറീസ് കേൾക്കുമ്പോൾ എപ്പോഴും ഒരു ഭയങ്കര ഒരു ഗൂസ് ബംസാണ്. ആ ഭയങ്കര ചലഞ്ചിങ് ആയ സിറ്റുവേഷൻസ് ഒക്കെ ഫേസ് ചെയ്ത് എന്നിട്ടും ലൈക്ക് ഗിവ് അപ്പ് ചെയ്യാതെ അവിടുത്തെ അങ്ങനെ അതിൽ നേരിടാന്ന് പറയുമ്പോൾ അതൊരു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാണത്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് യുവർ ടൈം വിത്ത് us, അച്ഛാ. താങ്ക് യു മീര ഫോർ ഇത്രയും മനോഹരമായിട്ട് ഈ കാര്യങ്ങൾ ചോദിച്ചതിനും ഈശോയെക്കുറിച്ച് ഈശോയുടെ സ്നേഹം പറയാനായിട്ടുള്ളൊരു അവസരം തന്നതിനും ഒത്തിരി നന്ദി. ദൈവത്തിനും നന്ദി.